അംഗീകരിച്ച് നിന്നെ സന്ദർശിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ചുറ്റുപാടുകൾ ഇരുളടയപ്പെടുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ചുറ്റുപാടുകൾ അന്ധകാരം കൊണ്ട് മൂടപ്പെടുമ്പോൾ, ഇരുളിൽ തപ്പുന്ന നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ കണ്ടറിഞ്ഞ് ഇന്ന് രാത്രിയിലും നിന്നോട് കരുണ തോന്നി നിന്നെ പ്രഭാപൂരിതമാക്കുന്ന ഒരു ദൈവത്തിന്റെ സന്ദർശനം ഈ അവസാന സെഷനിലും ഈ വചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സ്തോത്രം ചെയ്താണ്. ഇരുളിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നല്ല വെളിച്ചമുണ്ട്, ഇവിടെ നല്ല വെളിച്ചമുണ്ട്. എന്നാൽ ഈ വെളിച്ചം ഇവിടെ അടഞ്ഞാൽ, വെളിച്ചം പിന്മാറിയാൽ അവിടേക്ക് ഇരുൾ പ്രബലപ്പെടും. ശ്രദ്ധിക്കണം, വെളിച്ചം എവിടെ നിന്ന് പിന്മാറുന്നു അവിടേക്ക് ഇരുൾ പ്രബലപ്പെടും. നോക്കുക, ഇരുൾ വന്ന് മൂടിയാൽ ഇവിടെ ആകപ്പാടെ ആശയക്കുഴപ്പമാണ്. ഒന്നിനെയും തിരിച്ചറിയുവാൻ കഴിയുകയില്ല. സംഗതികളിൽ ആകപ്പാടെ അടുത്തുള്ളതും അകലെയുള്ളതും ഒരുപോലെ എന്ന് നമുക്ക് തോന്നും. മുന്നിലുള്ളത് എന്തെന്നറിയുവാൻ കഴിയാതെ, തീരുമാനമെടുക്കുവാൻ കഴിയാതെ, ഒരു ചുവട് വെക്കുവാൻ കഴിയാതെ ആകപ്പാടെ ആശയക്കുഴപ്പങ്ങളിലേക്ക് നാം അകമ്പതിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ ദൈവമാതപടത്തിലായിരിക്കുന്ന ദൈവവേദനെ മുന്നോട്ട് പോകുവാൻ എന്തെന്നറിയാതെ, അടുത്തു നിൽക്കുന്നത് ശത്രുവോ മിത്രമോ എന്നറിയാതെ, എടുത്തു വെക്കുന്ന കാലുകൾ അബദ്ധമോ സുബദ്ധമോ എന്നറിയാതെ, അതുകൊണ്ട് എനിക്ക് നേടുവാൻ കഴിയുമോ എന്നറിയാതെ, ചുറ്റുപാടുകൾ എന്നെ തിരിച്ചറിയുന്നു പോലുമില്ലെന്ന് അകമുരുകി നിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകൾ നിമിത്തം ഇന്നു രാത്രിയിൽ നിന്നെ സന്ദർശിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വപ്പെടുത്താണ്ട് നിന്റെ പ്രാർത്ഥനകൾ വേണമെന്നില്ല. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്നെ സന്ദർശിക്കുന്ന രാത്രിയായി തീരും. ഇന്ന് രാത്രി ഇതിനെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി തീരും. തന്റെ തേജസ്സിന്റെ പ്രഭ കൊണ്ട് നിന്നെ ഇന്ന് ഇരുളടഞ്ഞ ഭാഗങ്ങളെ ഇന്ന് പകൽക്കാലം മാറ്റിയിട്ട് ദൈവ തേജസ്സിന്റെ ഒരു പ്രഭയാ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല ഇരുളുണ്ടെങ്കിൽ. ചില വ്യക്തിത്വങ്ങളോട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വിവേചനത്തിന്റെ ദൂത് ശ്രദ്ധിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ, പറയുന്നതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ ബന്ധപ്പാടുകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെ നിന്റെ പങ്കാളികൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ തലമുറയ്ക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ നിലവാരങ്ങളെ അറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ, അറിയേണ്ടവർക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ, അറിയേണ്ടത് അറിയുവാൻ കഴിയാതെയോ വെളിപ്പെടേണ്ടതിനെ വെളിപ്പെടുത്താൻ കഴിയാതെയോ ഇടയ്ക്ക് വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ തലമുണ്ട്. ഈ രാത്രിയിൽ നീ ദൈവത്തോടൊന്ന് നെടുവീർപ്പിട്ട് പ്രാർത്ഥിച്ച്, എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ, എന്നിലുള്ളതിനെ അറിയാൻ കഴിയാതെ, എന്നെ അകമുരുകുന്നത് അറിയാൻ കഴിയാതെ, എന്നെ ഒറ്റപ്പെടുത്തുന്ന ഇരുളിന്റെ പ്രബലതകളെ ഇന്നു രാത്രിയിലും അടിച്ചകറ്റി നിന്റെ തേജസ്സിന്റെ പ്രഭ കൊണ്ട് എന്റെ വ്യക്തിത്വത്തെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചോ. ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തി ജീവിതത്തെ മുടിക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാരത്തിന്റെ ഭുജബലകളെ ഇന്നു രാത്രിയിൽ സർവശക്തന്റെ സന്ദർശനം അടിച്ചകറ്റുന്നുണ്ട്. അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ പെരുമാറുമ്പോഴും അതിനെ തിരിച്ചറിയാൻ കഴിയാതെ കുടുംബ ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന ഇരുളിന്റെ ശക്തികളെ, താമസിക തലങ്ങളെ അധികാരത്തോടെ ഞങ്ങൾ ശാസിക്കുക. ഇതിനകത്ത് നീ ഒരു പ്രസംഗങ്ങൾ കണ്ടിരിക്കരുത്. നിന്നെ വിട്ടുവെക്കുന്ന ഒരു വചനത്തിന്റെ സ്പർശനം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്നെ വിട്ടുവെക്കുന്ന ഒരു വചനത്തിന്റെ സ്പർശനം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ തൊഴിൽ മേഖലകളെ ഇരുളാക്കുന്ന, നിന്റെ നന്മകളെ ഇരുളാക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഇരുളാക്കുന്ന, നിന്റെ ബന്ധങ്ങളുടെ ഉത്ഭവങ്ങളെ അറ്റുകളയുന്ന ഇരുളിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്നു രാത്രി അഴിഞ്ഞകലട്ടെ, ഇന്നു രാത്രി അഴിഞ്ഞകലട്ടെ, ഇന്നു രാത്രി അഴിഞ്ഞകലട്ടെ. എന്തായും തീരുമെന്ന് അറിയുവാൻ കഴിയാതെ, എങ്ങോട്ട് ചെന്ന് നിൽക്കുമെന്ന് അറിയാൻ കഴിയാതെ, ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ ഇരുൾ മൂടുമ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചിലതിന്റെ അന്തഭാഗങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. എത്ര ഭംഗിയുള്ളത് ഇരുളിലിരുന്നാൽ അതിന്റെ ഭംഗി വെളിപ്പെടില്ല. മനസ്സിലാക്കി സ്വതന്ത്രം. എത്ര ഭംഗിയുള്ളതും ഇരുളിലിരുന്നാൽ അതിന്റെ ഭംഗി വെളിപ്പെടുകയില്ല. ഇരുട്ടത്തിരിക്കുന്നത് എത്ര നിറമുള്ളതാണെങ്കിലും അതിന്റെ നിറത്തെ തിരിച്ചറിയുകയില്ല.
ദൂത് മനസ്സിലാകുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇത് രാത്രിയിൽ നിന്റെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുണങ്ങൾ പലതും പുറത്തു വെളിപ്പെടുന്നുണ്ടെങ്കിലും അതിന് അംഗീകാരം ലഭ്യമാകാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തെ മൂടിക്കളയുന്ന, നിന്റെ പരിശ്രമങ്ങളെ മൂടിക്കളയുന്ന, അകത്തു നിൽക്കുന്ന ക്വാളിറ്റികളെ പോലെ തിരിച്ചറിയാൻ കഴിയാതെ ജീവിത മണ്ഡലങ്ങളെ ഹല്ലേലൂയ ഒതുക്കിക്കളയുന്ന ഇരുളിന്റെ ബലങ്ങൾ യേശുവിൻ നാമത്തിൽ ഇത് രാത്രി അടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രി അടിഞ്ഞു മാറട്ടെ. അവസാന ശിക്ഷനാണ് ഇത് രാത്രി ഒരു ഡെലിവറൻസ്. ഇത് രാത്രി നിലനിൽക്കുന്ന ഒരു വിടുതൽ. ഇത് രാത്രി നിലനിൽക്കുന്ന ഒരു വിടുതൽ. ഇത് രാത്രി നിലനിൽക്കുന്ന ഒരു വിടുതൽ. അസാധാരണമായ ദൈവകൃപ നിന്റെ അകത്ത് കിടക്കുമ്പോൾ അതിനെ ജ്വലിപ്പിക്കാൻ കഴിയാതെ മൂടുന്ന ഇരുളുകൾ നല്ല യോഗ്യത ഗുണപ്പെടും. അതിന്റെ നന്മകളിലേക്ക് ഉയരുവാൻ കഴിയാത്ത ഇരുളുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്നേഹം യാഥാർത്ഥ്യമായി ഇരിക്കുമ്പോഴും അതിനെ മനസ്സിലാക്കാൻ കഴിയാതെ മൂടുന്ന ഇരുളുകൾ, നിന്റെ അറിവ് ശരിയാണെങ്കിലും അതിന് അംഗീകാരം തരാതെ മൂടുന്ന ഇരുളുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ഫലം ചില വ്യക്തിത്വങ്ങൾ ഇരുളുകളെ അടിച്ചു മാറ്റുക, ഇരുളുകളെ അടിച്ചു മാറ്റുക, ഇരുളുകളെ അടിച്ചു മാറ്റുക. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർത്തപ്പെടുമെന്ന പ്രതീക്ഷയോടെ കയറി പിടിച്ചതിനെ എല്ലാം നിലംപതിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഉഴലുമാറാക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഉയർത്തപ്പെടേണ്ടുന്ന മണ്ഡലങ്ങൾ കൊത്തപ്പെടണം. ജ്ഞാനവും അധ്വാനവും ഉള്ളപ്പോഴും ആ മണ്ഡലങ്ങളിൽ ഉയരാൻ കഴിയാതെ നിന്നെ തകർത്തു കളയുന്ന ഇരുളിന്റെ ഭുജബലങ്ങളെ ഇന്നു രാത്രി എന്റെ ആത്മാവ് അടിച്ചു മാറ്റി, എന്റെ ആത്മാവ് അടിച്ചു മാറ്റി. ഇന്നു രാത്രി ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ഇന്നു രാത്രി ഉയർത്തിയെടുക്കുക. ഇരുളിന്റെ ബലങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുക ഇരുളിന്റെ ബലങ്ങളെ ആത്മാവ് അഴിക്കുക. കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുക ഇരുളിന്റെ ബലങ്ങളെ അഴിച്ചു മാറ്റുക. ഒരു കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പോലും ബന്ധങ്ങൾക്കകത്ത് വിളവ് വീഴ്ത്തുന്ന ഇരുളിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. ഇരുളിനു മീതെ പ്രകാശിക്കുന്ന ഒരു തേജസ് ഹലോ നിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് പറഞ്ഞു തീർക്കാൻ സമയമില്ല. എങ്കിലും ദൈവങ്ങൾ ഒത്തിരി ദ്യൂതിപ്പിക്കുന്ന ഹല്ലേലൂയ ദൈവിക ദൂതുകൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ശ്രദ്ധിക്കണം, നിന്റെ അകത്ത് ഒരു ക്വാളിറ്റി ഉണ്ട്. നിന്റെ അകത്ത് ഒരു പ്രകാശം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിന്റെ ഇരിപ്പെങ്ങനെയാണെന്ന് അറിയാമോ? അന്ധകാരത്തിന് കീഴ്പ്പെട്ടായിരിക്കുന്നേ. ഹലോ, അന്ധകാരത്തിന് നീ കീഴ്പ്പെട്ടായിരിക്കുന്നേ. നിന്നെ അടിമപ്പെടുത്തിയ ഇരുളിന്റെ ബലങ്ങൾക്ക് കീഴെ അമർന്നിരിക്കുമ്പോൾ നിന്നെ ഒരു ശബ്ദം കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന നാഥന്റെ സന്ദർശനം. നിന്നെ രാത്രി ഒരു ശബ്ദം കൊണ്ട് നിന്റെ അകത്ത് വെളിപ്പെട്ട ആ ജ്വലനത്തെ ഒന്ന് തട്ടി ഉണർത്തുന്നവന്റെ സന്ദർശനം. ഇന്ന് രാത്രി നിന്റെ അകത്ത് കത്തിയ തീയെ ഒന്ന് ജ്വലിപ്പിക്കുവാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നവന്റെ സന്ദർശനം. നിന്റെ അകത്തളത്തിൽ പ്രകാശിതമായതിനെ ഒന്ന് കാണത്തക്ക നിലയിൽ നീ ഒന്ന് ഉയരുവാൻ നിന്നെ ഉയർത്തുന്നവന്റെ സന്ദർശനം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും അകത്തളങ്ങൾ ദൈവകൃപ തിളയ്ക്കുമ്പോഴും അന്ധകാരത്തോട് അറിയാതെ അടിയറവ് പറഞ്ഞ് ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ ഞെരുക്കുമ്പോൾ അതിനെ പൊട്ടിച്ചു പുറത്തു വരാൻ കഴിയുന്ന ദൈവിക പ്രകാശത്തിന്റെ പ്രഭയകത്തിരിക്കുമ്പോഴും നീ അകമുരുകുകയല്ലേ, അകമുരുകുകയല്ലേ. ഇന്ന് രാത്രി അതിൽ കൂടുപൊളിച്ചത് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി അതൊന്ന് കൂടുപൊളിച്ച് പുറത്തു വരട്ടെ. നീ ഒന്ന് എഴുന്നേറ്റ നിന്റെ സമീപത്ത് മാത്രമല്ല ദൂരതകളിൽ പോലും വിടുതൽ ചെയ്യത്തക്ക നിലയിൽ ഒന്നും നിന്റെ അകത്തുണ്ട്, അകത്തുണ്ട്. ഇന്ന് രാത്രി അതൊന്ന് തിരിച്ചറിയണം. ശ്രദ്ധിക്കണം പ്രിയരെ, നീ അറിയാത്തതൊന്നിനെ, നീ തിരിച്ചറിയാത്തതൊന്നിനെ, പ്രാപ്യമായിട്ടും വെളിപ്പെടുത്താൻ കഴിയാത്തതൊന്നിനെ നിന്റെ അകത്തു കണ്ടിട്ട് സ്വർഗം നിന്നോട് ആ ദൂത് പറയുന്നെങ്കിൽ ഇന്നു രാത്രി തിരിച്ചറിയുക. മറ്റൊരു തലത്തിലേക്ക് നിന്നെ ഉയർത്തുവാനുള്ള ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ വിളിയാണത്. ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ വിളിയാണത്. ഒന്നുകൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്ഥാപിച്ച് ഞാൻ സംസാരിക്കാൻ ശ്രദ്ധിച്ചാണ്. യഹൂദ മലനാട്ടിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരിടത്ത് ഒരു ചെറിയ പെൺകുട്ടിയുടെ അരികിൽ 16 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അരികിൽ ഇതാ ദൂത പ്രമുഖനായ ഗബ്രിയേൽ ഇറങ്ങിച്ചെന്നിട്ട് അവളോടൊരു ദൂത് പറയുന്നു. മറിയേ, നിനക്കൊരു കൃപ ലഭിച്ചിട്ടുണ്ട്, നിനക്കൊരു കൃപ ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം,
ദൈവത്തിന്റെ ദൂതപ്രമുഖന്മാർ നിരവധിയുണ്ട്. ഗബ്രിയേൽ, മീഖായേൽ, ഹല്ലേലൂയ, റെഗുവേൽ, റമൂവേൽ, റാഫായേൽ തുടങ്ങി ദൈവത്തിന്റെ ദൂതസഞ്ചയങ്ങളുടെ പ്രമുഖന്മാരായിട്ടുള്ള പലരുമുണ്ട്. ഇവരുടെ നടുവിൽ നിന്ന് ദൂതുവാഹകരിൽ പ്രമുഖനായ ഗബ്രിയേൽ തന്നെ ഒരു ദൂതു വന്ന് മറിയോട് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒരു സാധാരണ ദൂതല്ലത്. ആ ദൂതിന് തന്നെ ഒരു അസാധാരണത്വമുണ്ട്. ശ്രദ്ധിക്കണം, ആ ദൂതിന് തന്നെ ഒരു അസാധാരണത്വമുണ്ട്. ഇങ്ങനെ അസാധാരണത്വമുള്ള ദൂത് അവൾ അറിയാത്ത കൃപയാണ് അവളിൽ കിടക്കുന്ന. ആ കൃപയെ ഓർമ്മിപ്പിക്കുവാൻ അവളുടെ അരികിലേക്ക് വന്ന് പറയുമ്പോൾ പ്രിയരെ ശ്രദ്ധിക്കണം, അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പുരുഷനെ അറിയാൻ എങ്ങനെ സംഭവിക്കും? ശ്രദ്ധിക്കണം, അവൻ പറയുന്നു മാനുഷിക പരിമിതികളുടെ ലോകത്ത് ഇതിനു സാധ്യതയില്ല. എന്നാൽ നീ അറിയാത്തതും നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായ ആ കൃപയെ സ്വർഗം നിന്റെ അരികിൽ ഉണർത്തിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം മാനുഷിക പരിമിതികളുടെ ലോകത്തിനപ്പുറത്ത് ദൈവത്തിന്റെ സാധ്യതാ തലങ്ങളിലേക്ക് നിന്നെ ഉയർത്തുവാനുള്ള ദൈവത്തിന്റെ സന്ദർശനമാണത്. ഇന്ന് രാത്രി എത്ര പേര് ദൂതിനെ മനസ്സിലാക്കുന്നുണ്ട്? നിന്റെ അകത്ത് വെളിപ്പെട്ട ദൈവശക്തിയെയോ നിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപയെയോ ഇന്നു രാത്രിയിൽ തിരിച്ചറിയുവാൻ കഴിയാതെ ആരെങ്കിലും ഉയരാൻ കഴിയാതിരിക്കുമ്പോ ഈ രാത്രിയിൽ ആത്മാവിന്റെ ശബ്ദം അതിനെ തട്ടി ഉണർത്തുന്നെങ്കിൽ തിരിച്ചറിയുക സ്നേഹിത, തിരിച്ചറിയുക സഹോദരി, ഇന്നു രാത്രിയിൽ ദൈവത്തിന് നിന്നിൽ ഒരു ഹിതം ബാക്കി നിൽപ്പുണ്ട്. മാനുഷിക പരിമിതികളുടെ ലോകത്ത് നിന്ന് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ലോകത്തിൽ ഒരായുധമാക്കുവാൻ ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ പ്രതീക്ഷ നിങ്ങൾ ബാക്കി നിൽപ്പുണ്ട്. ദൈവഹിതത്തിന്റെ തലത്തിലേക്ക് നീ ഉയരുക. Praise the Lord. മറിയ ചോദിക്കുന്ന ചോദ്യം ഇതാ, ഇതെങ്ങനെ സംഭവിക്കും? ഒറ്റ ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പ്രിയരെ ശ്രദ്ധിക്കണം, വാനമേഘങ്ങൾക്ക് കീഴെ കൂടെ അമ്പരചുംബികളായ പർവ്വതങ്ങൾക്ക് മീതെ കൂടെ പറന്നു പോകുന്ന ഒരു ചെറിയ പക്ഷി ഹല്ലേലൂയ പറന്നു പോകുമ്പോൾ അതിന്റെ ഒരു നിഴൽ ദ്രുതഗതിയിൽ ഭൂമിയിൽ അടിക്കും പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു മിന്നലാട്ടം ഇന്നു രാത്രിയിൽ നിന്റെ മേൽ വെളിപ്പെട്ട നീ പറഞ്ഞ സകല പരിമിതികളുടെ ലോകത്തിനും അപ്പുറത്തേക്ക് നിന്നെ ഉയർത്താൻ ഇന്നു രാത്രിയിൽ ശക്തിയുണ്ട്. എത്ര പേരെ ദൂത് വിശ്വസിക്കുന്നുണ്ട്? ചുറ്റുമുള്ളവരെല്ലാം അസാധ്യമെന്ന് പറയട്ടെ, ചുറ്റും നിൽക്കുന്നവരെല്ലാം ഇവിടെ തീർന്നെന്ന് പറയട്ടെ, ഇതൊരിക്കലും സംഭവിക്കുകയില്ലെന്ന് പറയട്ടെ. ഇന്ന് രാത്രി വിശ്വസിക്ക, പരിശുദ്ധാത്മാവിന്റെ ഒരു ക്ഷാരം അടിച്ചാൽ അതിനകത്ത് മാനുഷിക ലോകത്തിന്റെ പരിമിതി ഇന്നു രാത്രി പൊളിക്കപ്പെടും. നീ കരുതുന്നതിന്റെ ബാധ്യതകൾ പരിശുദ്ധാത്മാവിന്റെ നിഴലിന് പോലും പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒരു ചോദ്യം, ഇന്ന് അനുഭവിക്കുന്ന ഈ പരിമിതികൾക്ക് പുറത്തേക്ക് നിന്നിലുള്ള ദൈവഹിതത്തിലേക്ക് നിന്റെ തലം ഒന്ന് മാറ്റാൻ പരിശുദ്ധാത്മാവിന് എത്ര സമയം വേണം? ഹലോ, പരിശുദ്ധാത്മാവിന് എത്ര സമയം വേണം? ആലോചിച്ചിട്ട് സ്വത്രം പറഞ്ഞിട്ട് ഇന്ന് ഞാൻ കരുതുന്ന സങ്കീർണമായ 100 വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്നതിനെ പരിഹരിക്കാൻ പരിശുദ്ധാത്മാവിന് എത്ര സമയമാണ്? സ്തോത്രം 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 സ്തോത്രം. എന്റെ അകത്ത് ദൈവം നിറച്ചു വെച്ചതിനെ ഞാൻ പ്രതിഫലിപ്പിക്കേണ്ടതിനും അതെന്നിൽ നിന്ന് പുറത്തു വരേണ്ടതിനും വിഘാതമായി ഞാൻ കാണുന്ന സകല പ്രതിബന്ധങ്ങളെയും തച്ചുതച്ച് തകർത്ത് അതിനെ പരിഹരിച്ച് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ വിഷയങ്ങളുടെ സങ്കീർണതകളെ പരിഹരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന് എത്ര നിമിഷം വേണം? ഇതിനകത്ത് എത്ര പേർക്കകത്ത് വിശ്വാസമുണ്ട്? എത്ര പേർക്കകത്ത് ദൈവശക്തി അനുഭവിച്ചിട്ടുണ്ട്? എത്ര പേര് ഇതിനകത്ത് ദൈവശക്തിയുടെ കരുത്തിന്റെ അനുഭവത്തെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞു തുടങ്ങട്ടെ. ഇന്ന് രാത്രി അകത്ത് പ്രാപിച്ചിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ നിന്നെ തടുക്കുന്ന സകല വിഷയത്തെയും തുണിക്കി ഇന്ന് രാത്രി ഒരു വിടുതൽ ചെയ്തെടുക്കുവാൻ ആണ്ടുകൾ വേണ്ട, മാസങ്ങൾ വേണ്ട, വർഷങ്ങൾ വേണ്ട. ഇന്ന് രാത്രി ഒരു നിമിഷാന്തത്തിൽ പോലും അതിനെ പരിഹരിപ്പിക്കാൻ കഴിയുമെങ്കിൽ
ശ്രദ്ധിക്കണം. മുഴുലോകത്തിന്റെ വിടുതൽ വെളിപ്പെടുവാനുള്ള, ശ്രദ്ധിക്കണേ, മുഴുലോകത്തിന്റെ വിടുതൽ വെളിപ്പെടാനുള്ള യേശുക്രിസ്തുവിന്റെ ജന്മത്തെ, ശ്രദ്ധിക്കണം, ഇതിനകത്ത് നമ്മുടെ ധാരണമാണ്. മുഴുലോകത്തിന്റെ വിടുതൽ വെളിപ്പെടുവാനുള്ള യേശുക്രിസ്തുവിന്റെ ജന്മത്തെ തടുക്കുവാൻ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വിടുതൽ എത്ര വലുതാണ് അത്രയും പ്രതിബന്ധമുള്ളതാണ്. ശ്രദ്ധിച്ചോണം. മുഴുലോകത്തിന്റെ വിടുതലിനെ സുസാധ്യമാക്കുവാനുള്ള യേശുക്രിസ്തുവിന്റെ ജന്മത്തെ ആ പരിമിതികളുടെ ലോകത്തിനപ്പുറത്തേക്ക് സാധ്യതമാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു നിഴൽ മതിയെങ്കിൽ, ഒരു നിഴൽ വീഴുന്ന സമയം മതിയെങ്കിൽ, ഇന്നു രാത്രിയിൽ നിന്റെ മേലിരിക്കുന്ന ദൈവഹിതം എത്ര വലുതാണെങ്കിലും അതിനെ വലിപ്പമനുസരിച്ച് തടുക്കുന്ന നൂറുകൂട്ട സംഗതികൾ ഉണ്ടെങ്കിലും ആ വിടുതൽ വലുതായതുകൊണ്ട് അതിനെ തടുക്കുന്ന ശക്തികളും വലുതാണെന്ന് പറഞ്ഞിരിക്കാതെ ഇന്നു രാത്രി ഒറ്റ വാക്കിൽ ദൈവഹിതത്തിനെ ഏൽപ്പിച്ച് ആ ദൈവശക്തി റിസീവ് ചെയ്ത് ഇന്നു രാത്രി ധൈര്യത്തോടെ മുഴുവനത്തിന്റെ വിടുതലിനെ സാധ്യമാക്കുവാനുള്ള യേശുവിന്റെ ജന്മത്തിലൂടെ സകല പ്രതിബന്ധവും ഒറ്റ സെക്കൻഡിന്റെ അംശം കൊണ്ട് പരിഹരിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെങ്കിൽ എന്മേൽ വെളിപ്പെടുവാനുള്ള ദൈവഹിതത്തെ തടുക്കുന്നതിന് പരിഹരിപ്പാതിന് ദൂരമൊന്നും സമയം വേണ്ട. എന്റെ സഹോദരൻ പുറത്തു വരാത്ത ദൈവഹിതം എന്നുപറയുമ്പോൾ ഒത്തിരി വലുത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ 10-18 കൊല്ലമായിട്ട് താണ്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ പരിമിതപ്പെടുത്തരുത്. ദൈവത്തിന്റെ ആത്മാവിനെ പരിമിതപ്പെടുത്തരുത്. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഉച്ചരിച്ച് അവസാനിച്ച് നിർപ്പിച്ച ഒരു വാക്യം കൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹലോ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അതിന് മുമ്പ് ഒരു വാക്യങ്ങളുണ്ട്, തന്റെ ബലത്തിന്റെ വല്ല മഹത്വത്താൽ. ബലവും ശക്തിയും തമ്മിൽ ഞാനത് പറഞ്ഞു. ബലം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിനും, ശക്തി എന്നുള്ളത് പ്രവർത്തിക്കുന്നുള്ളതാണ്. മാറാതെ നിന്ന് മാറ്റാൻ കഴിവുള്ളതെന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ അതിനെ വിവരിക്കുന്നില്ല. ഇതിൽ നിന്ന് ശ്രദ്ധിക്കണം, അതിന്റെ അളവറ്റ വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ശക്തിക്ക് അളവില്ല. എന്തുകൊണ്ട് അളവില്ല? ദൈവത്തിന് അളവില്ല, അതുകൊണ്ട് അവന്റെ ശക്തിക്കും അളവില്ല. ഒത്തിരി വചനഗ്രാഹ്യമുള്ളവരുടെ ഇരിപ്പുണ്ടല്ലോ. ഒരു ചോദ്യം, ഉടയതമ്പുരാൻ എത്ര വയസ്സായി പറയാമോ? ഹലോ, ദൈവത്തിന് എത്ര വയസ്സായി പറയാമോ? എന്താ കാരണം? ദൈവത്തിന് അളവില്ല, അതുകൊണ്ട് അവന്റെ ശക്തിക്കും അളവില്ല. ഇന്ന് രാത്രി തിരിച്ചറിയേണ്ടുന്ന ഒരു ദൂത് പറയാം. ഏതെങ്കിലും ഒരു അളവുകോൽ കൊണ്ട് ദൈവശക്തിയെ അളന്നു കുറിച്ച് പരിമിതപ്പെടുത്തിയെങ്കിൽ ബുദ്ധിമണ്ഡലങ്ങളിൽ അതിനെ എടുത്തു കളഞ്ഞു. ദൈവശക്തിക്ക് അളവില്ല, ദൈവശക്തിക്ക് പരിധിയുമില്ല. ശ്രദ്ധിക്കണം, ഇതിന് അളവില്ല എന്നതിന്റെ അർത്ഥം അറിയാൻ കഴിയില്ലെന്നല്ല. ഹലോ, നാം എല്ലാം അളക്കുന്നത് കൊണ്ട് അറിയുന്നു എന്ന് ചിന്തിക്കരുത്. അളവില്ല എന്നതിന്റെ അർത്ഥം അറിയാൻ കഴിയില്ലെന്നല്ല. വിശ്വസിക്കുന്നവർക്ക് ഇതിനെ അറിയാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പ്രിയരെ? തുറന്നു വിട്ടിരിക്കുന്നു എന്നല്ലേ? ഇതിനെ തുറന്നു വിട്ടിരിക്കുന്നു. ആർക്കു വേണ്ടി? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഒരളവും ഇല്ലാതെ ഇതിനെ തുറന്നു വിട്ടിരിക്കുന്നെങ്കിൽ ഇന്നു രാത്രി ആ ശക്തിക്ക് നിന്റെ സകല വിഷയങ്ങളെ പരിഹരിച്ച് നിന്റെ മേലുള്ള ദൈവഹിതത്തിനാൽ നിന്നെ ഇന്ന് രാത്രി സ്വതന്ത്രരാക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി തുറന്നു വിട്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ ശാരീരിക പരിമിതികൾ, നിന്റെ മാനസിക പരിമിതികൾ, നിന്റെ സാമ്പത്തിക പരിമിതികൾ, നിന്റെ കുടുംബത്തിന്റെ പരിമിതികൾ, നിന്റെ ജ്ഞാനത്തിന്റെ പരിമിതികൾ, നിന്റെ ഭൗതികതയുടെ പരിമിതികൾ, നിന്റെ പ്രായത്തിന്റെ പരിമിതികൾ, ഈ പരിമിതി
പ്രൈസ് ദി ലോർഡ്. ഇതകത്തു വെളിപ്പെട്ടപ്പോൾ മാനുഷിക പരിമിതികളുടെ ലോകത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഒരു കാര്യം കൂടെ പറയാം, ഇതിനെ അനുഭവിച്ചിട്ടുള്ളവനെ അറിയത്തുള്ളൂ, അനുഭവം ഇല്ലാത്തവന് വിശ്വസിക്കില്ല. ഹലോ, മറിയയ്ക്കുള്ള അനുഭവം ഭൂമിയിൽ ഒറ്റ ഒരാളെ മനസ്സിലാകത്തുള്ളൂ, അത് എലിസബത്തിനാണ്. കാരണം നമുക്ക് അവരുടെ അനുഭവം ഉണ്ട്. സ്വന്തം പറ, അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാവുന്നില്ല. അവര് കണ്ടുപിടിക്കാൻ 100 കാര്യങ്ങൾ വേറെയാണ്. പോട്ടെ. അപ്പോൾ പരിമിതികളുടെ ലോകത്തിന് അപ്പുറത്തേക്ക് ഞാൻ എന്നിൽ വെളിപ്പെടുന്നതിനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ, ദൈവം അതിനെ എന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്റെ പരിമിതികളുടെ അപ്പുറത്തേക്ക് എന്നെ കൊണ്ടുവരിക. ഒരു ഉദാഹരണം കൂടെ ഞാൻ വേഗത്തിൽ പറയാം. ദൈവത്തിന്റെ ദാസനായ ഗിദെയോൻ അവന്റെ അപ്പന്റെ കരുവേലകത്തിന് കീഴെ യെബൂസ്യർ കുലത്തിലെ ഈ മനുഷ്യൻ ഒരു കരുവേലകത്തിന് കീഴെ അരികിൽ കിടക്കുന്ന ഒരു മുന്തിരിച്ചക്കിന് അവിടെ ഇട്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിദ്യാനിയുടെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ അതിനെ മെതിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അരികിലേക്ക് ഇതാ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവരോടൊരു കാര്യം പറഞ്ഞു. പരാക്രമശാലിയായ ഗിദെയോനെ, യഹോവ നിന്റെ കൂടെയുണ്ട്. ശ്രദ്ധിക്കണം, ഇന്നുവരെ ഒരുവനെയും ആക്രമിച്ചിട്ടില്ലാത്ത ഗിദെയോനോട് ദൂതൻ പറയുന്നു, പരാക്രമശാലിയാണ് നീ. ഇന്നുവരെ വെളിപ്പെടാത്ത, ഇന്നുവരെ ആരും തിരിച്ചറിയാത്ത തന്നിലെ പരാക്രമശാലിയെ ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ നാദവും ദൈവം കൊടുത്തയച്ച ദൂതും അവന്റെ അകത്തു നിന്ന് തട്ടിയുണർത്തുമ്പോൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പന്റെ കുലത്തിന്റെ കെട്ടുപൊട്ടിക്കാനുള്ള വീര്യം അവന്റെ അകത്ത് ആത്മാവ് കണ്ടിട്ടാണ് മറക്കരുത്. ആ പട്ടണത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ, ആ പട്ടണത്തെ ഇളക്കുവാനുള്ള വിടുതൽ അവന്റെ അകത്ത് അടങ്ങിക്കിടക്കുന്നത് അവൻ തിരിച്ചറിയാതിരിക്കുമ്പോൾ അതിനെ ഉൾക്കണ്ടുകൊണ്ടാണ് സ്വർഗം അത് വിളിച്ചത്. നിന്ന് രാത്രി മറക്കരുത്. തിരിച്ചറിയണം. പട്ടണങ്ങളുടെ ഉണർവിന് ഉതകുന്നതിന് ഇന്ന് രാത്രിയിലും അപ്പന്റെ കരുവേലകത്തിന് ചൂട്ടുമിട്ട് കറക്കിക്കൊണ്ട് ഉപജീവനത്തിന്റെ ബാധ്യതകൾ തന്നെ കെട്ടിയിട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അകത്തു വ്യാപരിക്കുന്ന കൃപയുടെ കരുത്തിനെ ആത്മാവ് തട്ടി ഉണർത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ അപ്പന്റെ കുലത്തിനകത്ത് നാളുകളായി നിലനിൽക്കുന്ന ചിലതിനെ അടിച്ചിളക്കുവാനുള്ള അധികാരവും ആ പട്ടണത്തിന്റെ കെട്ടുപൊട്ടിക്കുവാനുള്ള ദൈവത്തിന്റെ നിയോഗവും നിന്റെ മേലുണ്ടെന്ന് മറക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗം ചിലർക്ക് ദൂതിനെ കൈമാറുന്നുണ്ട്. ഇന്ന് രാത്രി ദൂതിനെ കൈമാറുന്നുണ്ട്. നീ കാണുന്ന ഈ ബലഹീനനല്ല നീ, ഈ കാണുന്ന അശക്തനല്ല നീ, ഈ കാണുന്ന നാവിന് കെട്ടുള്ളവനല്ല നീ, ഈ കാണുന്ന ഹല്ലേലൂയ നീ പറഞ്ഞാൽ നിന്റെ കുടുംബം കേൾക്കാത്ത, നിന്റെ കുടുംബം പറഞ്ഞാൽ നിന്റെ കുലം കേൾക്കത്തില്ലെന്ന് സ്വയം പറഞ്ഞ് ഒഴിഞ്ഞൊതുങ്ങി നീ നിൽക്കുന്ന തലമല്ലിത്. ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ കഴിയുന്ന ഒരു അധികാരം നിന്റെ അകത്തു കിടപ്പുണ്ട്. ഒരു അഭിഷേകം നിന്റെ അകത്തു കിടപ്പുണ്ട്. ഒരു നിയോഗം നിന്റെ അകത്തു കിടപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ അതൊന്ന് പുറത്തു വരട്ടെ, അതൊന്ന് പുറത്തു വരട്ടെ. ഇന്ന് രാത്രി സ്വർഗം നിന്റെ ശബ്ദം കേൾപ്പിക്കുന്നെങ്കിൽ അകത്തു വ്യാപരിക്കുന്ന ശക്തി ഇന്ന് രാത്രിയിൽ പുറത്തു വരണം. ജീസസ്, ഇത് ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യെബൂസ്യർ കുലത്തിൽ ഞാൻ എന്റെ കുടുംബത്തിൽ ചെറിയവൻ, എന്റെ കുടുംബം എന്റെ കുലത്തിൽ വലിയതുമാണ്. പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാർ കേൾക്കത്തില്ല. ഹലോ, എന്റെ വീട്ടുകാർ പറഞ്ഞ എന്റെ നാട്ടുകാരും കേൾക്കത്തില്ല, കുടുംബക്കാരും കേൾക്കത്തില്ല. മനസ്സിലായോ? സ്വർഗം പറയുന്നു കെട്ടുപൊട്ടിക്കാനുള്ള കാര്യത്തിൽ നിന്റെ അകത്തടങ്ങും. അതുകൊണ്ടാണ് സ്വർഗം നിന്നെ പരാക്രമശാലി നിന്നെ വിളിച്ചതിന്റെ കാരണം അതാണ്. കാരണം ഇന്ന് വരെ നിന്റെ കുടുംബം പോലും കണ്ടിട്ടില്ല നിന്റെ അകത്ത് കിടക്കുന്ന കൃപ. ഇതിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ മാറ്റുന്ന പരിശുദ്ധമായ ശബ്ദമുണ്ട്. നീ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല, നിന്റെ കുടുംബം പോലും തിരിച്ചറിഞ്ഞിട്ടില്ല, നിന്റെ തൊഴിൽ കൈയിടുന്നവൻ പോലും തിരിച്ചറിയാത്ത ഒരു കൃപയുടെ കരുത്ത് നിന്റെ അകത്ത് രാത്രി കുഴങ്ങിക്കിടക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അതിനെ തട്ടി ഉണർത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അതിനെ തട്ടി ഉണർത്തുകയാണ്. നിന്റെ കുടുംബത്തിനെ കെട്ടടിക്കാൻ കഴിയുന്ന, നിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനകളെ പൊട്ടിക്കാൻ കഴിയുന്ന, നാളുകളായി നിലനിൽക്കുന്ന കുടുംബത്തിലെ കത്തിനകത്തും പുലർത്തും നിൽക്കുന്ന പ്രാർത്ഥനകളെ പോലും അടക്കുവാടുന്ന ശക്തികൾ നിന്റെ കുടുംബത്തിനകത്തും സ്ഥാനം ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിന്റെ കെട്ടുപൊട്ടിക്കാൻ കഴിയുന്ന ഒരു നിയോഗം സ്വർഗം നിന്റെ അകത്ത് കാണുന്നുണ്ട്. ചിലരുടെ അകത്തലകൾ ആത്മാവിന്റെ ചലനം വെളിപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നിന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കിന് ശക്തിയുണ്ട്. നീ പറയുന്ന ആരും കേൾക്കുകയില്ലെന്ന്, നീ പറയുന്ന ആരും കാണുകയില്ലെന്ന്, നീ പറയുന്ന ആരും കൂടെ ഇല്ലെന്ന്. എന്നാൽ ഇന്നു രാത്രിയിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്നതൊന്ന് പുറത്തു വന്നാൽ അതിനെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നു രാത്രി തട്ടി ഉണർത്തുമ്പോൾ ആകവും പുറവും നീ ഒന്ന് എഴുന്നേറ്റാൽ ഇന്നു രാത്രി ഒരു വിടുതൽ ആരംഭിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വന്തം കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി മറ്റൊരുത്തന്റെ കാത്തിരിക്കുക ദൈവഭക്ത, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ കെട്ടടിക്കാനുള്ള നിയോഗം നിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുക്കുക. നിന്റെ കുടുംബത്തിന്റെ, നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി ഒരു അഭിഷേകത്തിന്റെ പിന്നാലെ നടക്കുന്ന ദൈവദാസി, ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ കെട്ടടിക്കുന്ന നിയോഗം നിന്റെ അകത്ത് ഉറങ്ങിക്കിടപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി അത് ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി അത് ചലിച്ചു തുടങ്ങട്ടെ. ചില ഭയത്തിന്റെ ആത്മാക്കൾ അതിനെ മൂടിയിട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇതിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവ ശബ്ദം അതിനെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി ചലിക്കട്ടെ. 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 ഇന്ന് രാത്രി ഒരു ഭയത്തിന്റെ ആത്മാവ് നിന്നെ ഇന്ന് രാത്രി മൂടിയിട്ടിരിക്കുകയാണ്. നീ നേരിടേണ്ടത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. നിന്നെ കൂടെ വസിക്കുന്നത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് രാത്രി അതിനെ രണ്ടിനെ പൊട്ടിച്ച് നീ ഇന്ന് രാത്രി പുറത്തു വരണം. ശ്രദ്ധിക്കണം, ഭൂതശ്രദ്ധിച്ച് കൂടെ വരണം. ഇന്ന് രാത്രി ഒരു വിടുതൽ സ്വർഗം ചെയ്യും. ഇന്ന് രാത്രി സ്വർഗം ഒരു വിടുതൽ ചെയ്യും. ഇന്ന് രാത്രി ദൈവം നിശ്ചയമായ ചില കുടുംബങ്ങളുടെ കെട്ടടിക്കും. പ്രാർത്ഥനാ സംഗമത്തിന്റെ ഓഗസ്റ്റ് മാസത്തെ മീറ്റിംഗിൽ ചില കുടുംബങ്ങളുടെ കെട്ടടിയും. നാട്ടിൽ നീ പോകണ്ട, ഇവിടെ ഇരുന്നൊരു സ്തോത്രം പറയുമ്പോൾ നാട്ടിൽ മുട്ടേണ്ട പീഠം ഇളകും. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ അകത്ത് പകരപ്പെട്ട ഉമ്മയുടെ കരുത്തിനെ തിരിച്ചറിയണം. നീ പേടിക്കുന്നതും നിന്നെ ഭയപ്പെടുത്തുന്നതും നിന്നെ അമർത്തുന്നതും നിന്നെ ഒതുക്കുന്നതുമായ നിത്യാനിയുടെ ശക്തികളെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കാൻ നിന്റെ അകത്ത് പരാക്രമശാലിക്ക് ഇന്നു രാത്രി കരുത്തുണ്ട്. ചലിക്കട്ടെ. ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ. നിന്നെ പേടിപ്പിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ കെട്ടടിപ്പാൻ ഇന്നു രാത്രി നിന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തിക്ക് കരുത്തുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അപ്പന്റെ ബലിപീഠത്തെ അടിച്ചിളക്കിയപ്പോ ഒറ്റ രാത്രി കൊണ്ട് പട്ടണം ഇളകിയെങ്കിൽ, ഹലോ, അപ്പന്റെ ബലിപീഠത്തെ അടിച്ചിളക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് പട്ടണം ഇളകിയെങ്കിൽ ഈ പട്ടണത്തിന്റെ കെട്ട് എവിടെ കിടന്നേ? പറ, ഉറക്കെ പറ. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ പകരപ്പെട്ട നിന്റെ അകത്തു നിൽക്കുന്ന ആ ദൈവകൃപയുടെ പകർച്ചയെ ഒന്ന് കണ്ടറിഞ്ഞ് ദൈവശബ്ദത്തിന് ഒത്തവണ്ണം നീ ഒന്ന് കയറി വരാമെങ്കിൽ, നീ ഒന്ന് എഴുന്നേൽക്കാമെങ്കിൽ, നീ ഒന്ന് ഉയരാമെങ്കിൽ, ഇന്ന് രാത്രി നീ ഒന്ന് ആക്റ്റീവ് ആകാമെങ്കിൽ ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അകത്തലങ്ങളിൽ അസാധാരണ കൃപ ഉറങ്ങി കിടക്കുമ്പോഴും അതിനെ വിനിയോഗിക്കാൻ കഴിയാതെ ഭയത്തിന്റെ മണ്ഡലങ്ങളിൽ
നിങ്ങളുടെ പകരപ്പെട്ട തേജസ്സിന്റെ പകർച്ച, വെളിച്ചത്തിന്റെ കരുത്ത്. ഹലോ, ഈ വെളിച്ചം എവിടെ നിന്നാണ്? ദൈവത്തിന്റെ പ്രതിബിംബം നിന്നിൽ ഉദിച്ചതാണ്. ഉദയത്തിന് ഒരു ചരിത്രമുണ്ട്. അതിന്റെ ഇന്നലെ ഉദയത്തിന്റെ ചരിത്രം ഇരുളാണ്. ഇരുളുള്ളിടത്ത് വെളിച്ചം വരുന്നതിനെയാണ് ഉദിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രദ്ധിക്കണം, ഇതിന്റെ ചരിത്രം, അനുഭവം ഇരുളാണെങ്കിൽ നിന്നെ മാറ്റുന്നൊരു ദൈവ പകർച്ച നിന്റെ അകത്ത് ഓൾറെഡി വെളിപ്പെടണം. ശ്രദ്ധിക്കണം, അതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ്, അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് രാത്രി ശ്രദ്ധിച്ചോണം. എങ്ങനെ എന്റെ അകത്ത് പ്രയോജനപ്പെടേണ്ടത് നിറഞ്ഞു നിൽക്കുമ്പോഴും എനിക്കതിനെ ഉപയോഗിക്കാൻ കഴിയും. ശ്രദ്ധിക്കണം, യേശു കർത്താവിന്റെ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ആദ്യത്തേത് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. അപ്പോൾ യേശു കർത്താവ് കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാനുള്ള സാഹചര്യം നമ്മുടെ സഹോദരന്മാരും അമ്മയും കാനാവിലെ കല്യാണത്തിൽ സന്നിഹിതരായിരുന്നു. നമുക്കറിയാം, വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിരുന്നിന്റെ പാതിയിൽ വീഞ്ഞു തീർന്നുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യക്തിയുണ്ട്. ഈ വിരുന്നിനെ നന്നായി നടത്തുവാൻ വിളിച്ചു വരുത്തപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേര് വിരുന്നു വാഴി എന്നാണ്, ഗവർണർ ഓഫ് ദ ഫീസ്റ്റ്. അവനിതാ ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുന്നു. അല്പം കഴിഞ്ഞ് വീഞ്ഞു വന്ന് കഴിയുമ്പോ എവിടുന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ ഒന്നും അറിയത്തില്ല. ഇത് രാത്രി ശ്രദ്ധിക്കണം. അവന്റെ വലിയ പ്രകൃതം കൊണ്ട് നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും. അവന്റെ പ്രകൃതം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ അറിയാം? ഒരു മനുഷ്യന്റെ നടപ്പും അവന്റെ വാക്കും കൊണ്ട് അവനെ അറിയാം. ഈ മനുഷ്യൻ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞ് പുതിയ വീഞ്ഞു വന്നു കഴിയുമ്പോൾ രുചിച്ചു നോക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, സാധാരണ ഞങ്ങൾ ഹല്ലേലൂയ നല്ല വീഞ്ഞ് ആദ്യവും പിന്നീട് ഇളപ്പമായത് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ ഞാൻ എവിടെല്ലാം കൊടുത്തോ അവിടെ എല്ലാം അങ്ങനെ കൊടുത്തേക്കുന്നത്, ഇന്നലെ വരെ ഞാൻ എവിടെല്ലാം കഴിച്ചോ അവിടെ നിന്നെല്ലാം അങ്ങനെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്നലെ ചെയ്തതല്ലാത്തതൊന്നും ഇന്നും ഞാൻ ചെയ്യത്തില്ല, അതിനപ്പുറത്തോട്ട് ഞാൻ പോകത്തില്ല. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം നോക്കിക്കോണം. ഇതുമായിട്ട് വിവരം പറയാൻ, റിപ്പോർട്ട് പറയാൻ നേരെ മണവാളന്റെ അടുത്തോട്ട് പോയേക്കാം. നമ്മൾ ഭയങ്കര സ്ട്രൈറ്റ്, നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല, എല്ലാം നിയമത്തിൽ നിൽക്കുക. ഈ നിയമത്തിൽ നിൽക്കുകയും ഇന്നലകളെ ആവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് പാരമ്പര്യം. ശ്രദ്ധിക്കണം. ഇന്നലെ ചെയ്തത് ഇന്ന് ചെയ്തു, ഇന്ന് ചെയ്യുന്നത് നാളെ ചെയ്തു, നാളെ ചെയ്തത് പിന്നെയും ചെയ്യും. ഇതിങ്ങനെ ചെയ്തു വരുമ്പോഴാണ് അതൊരു കീഴ്വഴക്കമാകുന്നത്. കീഴ്വഴക്കം പഴകി എല്ലാവരും ആവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു പാരമ്പര്യമായി മാറും. പാരമ്പര്യത്തെ പൊട്ടിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഒരുത്തനൊന്ന് മാറ്റി ചെയ്താൽ മതി. സ്വതന്ത്രം ഒരുവനൊന്ന് മാറ്റി ചെയ്യുന്ന അടുത്ത പാരമ്പര്യം തീരും, പിന്നെ അവിടെ കൊണ്ട് പാരമ്പര്യമില്ല. നോക്കണം, ഈ വിധത്തിൽ ഇങ്ങനെ ഇവരുടെ പാരമ്പര്യത്തിന്റെ ആളായി നിൽക്കുമ്പോൾ അറിഞ്ഞു വിഷയം എന്താണെന്ന് അറിയത്തില്ല, എന്നാൽ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞ് ഇങ്ങനെ നിവർന്നു നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ വീടിന്റെ വിഷയം അറിഞ്ഞ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, യേശുവിന്റെ അമ്മ മറിയ. ശ്രദ്ധിക്കണം, അവൾക്കൊരു തിരിച്ചറിവുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും യേശുവിനെ അറിയാം, എന്നാൽ ഹല്ലേലൂയ അവൾക്കുള്ള അറിവ് അത് വ്യത്യസ്തമാണ്. ശ്രദ്ധിക്കണം, നിന്റെ അകത്തിരിക്കുന്നതിനെ തിരിച്ചറിയുക എന്ന ബന്ധത്തിൽ നിന്നാണ് നാം അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുന്നത്. യേശുവിനെ കുറിച്ചുള്ള മറിയയുടെ അറിവ് ചുറ്റുമുള്ളവരെ പോലെയല്ല. ചിലരോട് ചോദിച്ചപ്പോൾ യേശുവിനെ അറിയാം. ആരാ? യോസഫിന്റെ മകനാ. വേറെ ചോദിച്ചാൽ തൻസന്റെ മകനെ ചൂട് അറിയാവുന്നവർ. വീണ്ടും പറയുന്ന യാക്കോബ് യോസഫ് യൂദയുടെ സഹോദരനാ. വീണ്ടും ചിലർ പറയുന്നു യോഹന്നാന്റെ ശിഷ്യനാ. ഇപ്പം കണ്ട ചിലർ പറയുന്നു ഉയർന്നു വരുന്നൊരു ഗുരുവ. എന്നാൽ ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരറിവ് മറിയയ്ക്കുണ്ട്. ഇന്നേക്ക് 30 വർഷം മുമ്പ് ഒരു ഹല്ലേലൂയ താനിരിക്കുന്ന ഇടത്ത് ഗബ്രിയേൽ ദൂതന്റെ കയ്യിൽ മറ്റവരുടെ കയ്യിൽ കൊടുത്തുവിടാൻ കഴിയാത്ത ഗൗരവമുള്ളൊരു ദൂത് എന്റെ അരികിൽ കൊടുത്തുവിട്ടു. എന്നെ ചൊച്ചുകൊണ്ടവന്റെ കയ്യിലും കൊടുത്തുവിട്ടു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനുള്ളത് കൊണ്ട് നീ അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന്, ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേരാകുമെന്ന് അവനോട് ദൂത് പറഞ്ഞതൊന്നറിയാം. ശ്രദ്ധിക്കണം, ഈ യേശുവിനെ
യേശുവിനെ പലരും കാണുന്നത് പലതായിട്ടാണെങ്കിലും മറിയയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ യേശു എന്റെ മകനും യോസഫിന്റെ മകനും യൂദയുടെ സഹോദരനുമല്ല, മറിച്ച് അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നറിയാം. ഇത് രാത്രി തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നോക്കൂ. യേശു കർത്താവിനെ കുറിച്ച് വ്യത്യസ്തമായ ഒരു തിരിച്ചറിവ് അകത്തുണ്ട്. നോക്കണം, ഈ തിരിച്ചറിവ് അകത്തിരിക്കുമ്പോൾ ദൈവത്തെ അറിയാവുന്നവർക്കുള്ള അറിവ് അത് വ്യത്യസ്തമാണ്. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്തുവാ? രോഗം മാറ്റുന്നവനെന്നാണോ? തീരരുത്. അല്ലെങ്കിൽ പാപം മോചിക്കുന്നവനെന്നാണോ? അല്ല. അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതകൾ മാറ്റുന്നവനെന്നാണോ? അവിടെ കൊണ്ട് തീരരുത്. ഇതൊന്നുമല്ല ദൈവത്തിന്റെ സ്വഭാവം. യേശു ഇതൊന്നുമല്ല. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനും സാക്ഷാൽ ദൈവവുമാണ്. പ്രിയരെ, ഇന്ന് രാത്രിയിൽ കർത്താവിനെ ദൈവമായിട്ട് അറിയാവുന്നവന് അവന്റെ അറിവുകൾ വ്യത്യസ്തമാണ്. അവനിൽ നിറഞ്ഞു നിൽക്കുന്ന അറിവുകളും വ്യത്യസ്തമാണ്. ദൈവത്തെ അറിയാവുന്നവന് ദൈവത്തെ മാത്രമല്ല അവനവനെയും തിരിച്ചറിയാൻ കഴിയും. നോക്കൂ, ഇവിടെ എല്ലാവരും ഇതിനെ തീർന്നു പോകുന്നൊരു സങ്കടമായിട്ടും കഴിഞ്ഞു പോകുന്നൊരു വിഷയമായിട്ടും കണ്ടപ്പോൾ മറിയ ഇതിനെ കണ്ടത് തീർന്നുപോയൊരു വിഷയമായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഒരിടമായിട്ടാണ്. ഇതിനകത്ത് ചിന്തിച്ചു വളരണം. ജീവിതത്തിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഇടമായിട്ട് കാണണമെങ്കിൽ ഒന്ന്, നിനക്ക് ദൈവത്തെ കുറിച്ചൊരു തിരിച്ചറിവ് വേണം. രണ്ട്, നിന്നെ കുറിച്ചും ഒരു തിരിച്ചറിവ് വേണം. ഇന്ന് രാത്രിയിൽ അതുണ്ടെങ്കിൽ നിന്നിൽ മുന്നിൽ വരുന്ന ഏത് വിജയത്തെയും ഒരു ദൈവ മഹത്വത്തിന്റെ ഇടമായിട്ട് കാണാം. മുന്നിൽ വരുന്ന ജീവിതത്തിന്റെ തകർച്ച ഇവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഇടമാണെന്നറിയാം. മുന്നിൽ വരുന്ന തകർന്ന വ്യക്തി അവനിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഇടമാണെന്നറിയാം. മുന്നിൽ കണ്ട രോഗി അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഇടമാണെന്നറിയാം. അല്ലെങ്കിൽ മുന്നിൽ കണ്ട നിരാശനായ മനുഷ്യൻ ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഇടമാണെന്നറിയാം. എല്ലാം തീർന്നെന്ന് സകലരും പറയുന്ന ഇടം എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഇടമാണെന്ന് ദൈവത്തെ തിരിച്ചറിയുന്നവനറിയാം. ഇന്ന് രാത്രി തിരിച്ചറിയുക, എല്ലാം അവസാനിച്ചെന്ന് സകലരും പറയുന്ന ഇടം ദൈവ മഹത്വത്തിന്റെ ഇടമാണ്. പ്രിയരെ, അതിനെ കാണണമെങ്കിൽ ദൈവത്തെ കുറിച്ചൊരു തിരിച്ചറിവ് വേണം. നിന്നിലെ ദൈവിക ബന്ധത്തെ കുറിച്ചൊരു തിരിച്ചറിവ് വേണം. നോക്കുക, ഇങ്ങനെ തിരിച്ചറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അവൾ ഒരു കാര്യം ചെയ്തു. ഒന്നാമത് ചെയ്ത കാര്യം ശ്രദ്ധിക്കണം. ആ വിഷയത്തെ അവൾ ഒന്ന് അടുത്തറിഞ്ഞു. എന്തോ കണ്ടെന്ന് പറഞ്ഞു ഓടിയതല്ല. അവൾ ആ വിഷയത്തെ ഒന്ന് അടുത്തറിഞ്ഞു. ചെന്ന് ചോദിച്ചു, എന്താ വിഷയം? അവിടെ നമ്മൾ വിഷയം അറിഞ്ഞു. ശ്രദ്ധിക്കുക, വിരുന്നുവാഴി അറിയും മുമ്പ് വിഷയം അവൾ അറിഞ്ഞു. പലരും നിലനിൽപ്പുണ്ട്, ഞാനെങ്ങ് പരിഹരിക്കാമെന്ന് പറഞ്ഞ്. എന്നാൽ അവരുടെ കയ്യിൽ ഉത്തരമില്ല. കർത്താവിനെ അറിയാവുന്നവരുടെ കയ്യിൽ ഉത്തരമുണ്ട്. ഇന്ന് രാത്രിയിൽ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് അറിയാവുന്നവരുടെ കയ്യിൽ ഇന്ന് രാത്രി പലതിനും ഉത്തരമുണ്ട്. അല്ല, എല്ലാറ്റിനും ഉത്തരമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ തിരിച്ചറിവുമായി അവൾ ചെന്ന് വിഷയത്തെ അടുത്തറിയുന്നു. അടുത്തറിഞ്ഞ വിഷയവുമായി അവൾ നേരെ യേശുവിന്റെ പാദപീഠത്തിലേക്ക് ചെല്ലുന്നു. ശ്രദ്ധിക്കണം പ്രിയരെ, അവൾ യേശുവിന്റെ പാദപീഠത്തിലേക്ക് ചെല്ലുന്നു. യേശുവിന്റെ പാദപീഠത്തിലേക്ക് അവൾ ചെല്ലുമ്പോൾ സംഭവ്യമായ കാര്യം നമുക്കറിയാം. കർത്താവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞു പോരാതെ വരുന്നു. ശ്രദ്ധിക്കണം, അടുത്തറിയുന്ന വിഷയവുമായി യേശുവിന്റെ അടുത്തേക്ക് ഇരിക്കാനൊരു മനസ്സവള് കാണിച്ചു. നിന്റെ അകത്തുള്ള തിരിച്ചറിവ് നീ പ്രാപിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് അറിയാതെയും ഇരിക്കുമ്പോഴും ഇന്ന് രാത്രിയിൽ അത് വെളിപ്പെടുവാനുള്ള മുഖാന്തരങ്ങളിലൂടെ നീ സഞ്ചരിക്കണമെങ്കിൽ മുന്നിൽ വരുന്ന തകർച്ചകളെയും മുന്നിൽ വരുന്ന വിഷയങ്ങളെയും ദൈവത്തിന്റെ മഹത്വത്തിന്റെ വഴിയായി കാണുന്ന കണ്ണു മാത്രം പോരാ, ആ വിഷയവുമായി കർത്താവിന്റെ പാദപീഠത്തിൽ മാറിയിരിക്കാനുള്ള മനസ്സ് നിനക്ക് വേണം. ഇങ്ങനെ കർത്താവിന്റെ അരികിലേക്ക് ചെന്ന് വിഷയം പറയുക. ശ്രദ്ധിക്കണം പ്രിയരെ, നീ അറിഞ്ഞ വിഷയവുമായി യേശുവിനെ അടുത്ത് ചെല്ലാമെങ്കിൽ അവിടെ നിന്നൊരു കാര്യം കിട്ടും. ആത്മീയ ഭാഷയിൽ പറയാം, നിയോഗം പ്രാപിക്കുന്നത് അവിടെ നിന്നാണ്. നീ എന്തു ചെയ്യണമെന്ന് ദൈവം നിന്നോട് അരുളി ചെയ്യുന്നത്, ഇത് സംബന്ധിച്ച് നീ എന്തു പറയണമെന്നോ എന്തിടപെടണമെന്നോ ദൈവം നിന്നോട് സംസാരിക്കും. നോക്കൂ, മറിയ യേശുവിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ യേശുവോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതാണ് എന്റെ നാഴിക വന്നിട്ടില്ല. പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്തെന്നുള്ളത് ഒരു ശാസനാസ്വരമല്ല. രണ്ടാമത്തെ കാര്യത്തിലേക്ക് കയറിയിട്ട് ഒന്നാമത്തെ ചിന്തിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കും. എന്റെ നാഴിക
എപ്പോഴാണ് ദൈവപ്രവൃത്തിയുടെ നാഴിക വരുന്നത്, എപ്പോഴാണ് ദൈവത്തിന്റെ സമയം വരുന്നത്, ആവശ്യക്കാരൻ എപ്പോൾ തന്റെ സാന്നിധ്യത്തിൽ എത്തുമോ അതാണ് ദൈവപ്രവൃത്തിയുടെ സമയം. എപ്പോഴാണ് വിടുതൽ ആവശ്യമുള്ളവർ യേശുവിന്റെ അരികിലെത്തുമോ അതാണ് വിടുതലിന്റെ സമയം. പറഞ്ഞതിന്റെ അർത്ഥമെന്താ? ആവശ്യക്കാരൻ, പ്രശ്നം അനുഭവിക്കുന്നവൻ എന്റെ അരികിൽ വരട്ടെ, അപ്പോൾ എന്റെ സമയമാകും. അടുത്തതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. ഇത് നാം തമ്മിൽ തീർക്കേണ്ടതല്ല. ആവശ്യക്കാരനെ എന്റെ അടുത്ത് വിട്, ഞങ്ങൾ തമ്മിൽ തീർത്തുകൊള്ളാം. ശ്രദ്ധിക്കണം. ഇതിനെ മനസ്സിലായതുകൊണ്ടാണ് മറിയ യേശു വീണ്ടും ചെന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതു ചെയ്വിൻ, അതു ചെയ്വിൻ. ശ്രദ്ധിക്കണം പ്രിയരെ, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളോട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതു ചെയ്വിൻ. മൂന്നാമത്തെ കാര്യം, വിജയം അനുഭവിക്കുന്നവനെയോ വിജയത്തെ പരിഹരിപ്പാൻ കഴിയുന്നവനെയോ തമ്മിൽ ബന്ധിപ്പിക്കുക, തമ്മിൽ ബന്ധിപ്പിക്കുക. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം, ഒരു വിഷയം നിന്റെ മുന്നിൽ വന്നാൽ അതിന്റെ മുന്നിൽ ദൈവസന്നിധിയിൽ ഇരിപ്പാനോ, അത് മാത്രമല്ല ആ വിഷയത്തെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനോ ഇന്ന് രാത്രിയിൽ നീ മനസ്സ് കാണിക്കണം. ഒറ്റവാക്കിൽ പുതിയ നിയമ ശുശ്രൂഷയെ നന്നായി നിർവചിച്ചിരിക്കുന്ന ഭാഗമാണിത്. എന്താണ് ശുശ്രൂഷ? മഹത്വം വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, മഹത്വം വെളിപ്പെടേണ്ടുന്ന ഒരു ഇടമുണ്ട്. ഇതിന് നടുവിൽ ഇടവിൽ നിന്ന് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലാക്കി തരാം. എന്താ വചന ശുശ്രൂഷ? വചനത്തെ ഉളവാക്കുന്ന ഒരു ദൈവമുണ്ട്, അതിനെ പങ്കിടേണ്ടുന്ന ഒരു ജനമുണ്ട്. ഈ ജനത്തിനും വചനത്തെ അരുളി ചെയ്യുന്ന ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഇടയിൽ വായായി നിൽക്കുന്നതാണ് വചന ശുശ്രൂഷ. എന്താ പ്രവചന ശുശ്രൂഷ? വരാൻ പോകുന്നത് ഒന്നിനെ കുറിച്ച് ഒരു വ്യക്തിയോടോ സമൂഹത്തോടോ സ്വർഗത്തിന് കൈമാറാനുള്ള ദൂതുണ്ട്. ഇതിനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആരുടെ അരികിൽ പകരണമോ അവരുടെ അരികിലേക്ക് അതിനെ തുറന്നു പറയുക. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്നതാണ് പ്രവചന ശുശ്രൂഷ. എന്താ രോഗശാന്തി ശുശ്രൂഷ? സൗഖ്യമാക്കാൻ കഴിയുന്നവരുണ്ട്, രോഗിയെ കിടക്കുന്ന ഒരിടമുണ്ട്. ഇവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക എന്ന് പറയാൻ ദൈവത്തിനൊരുവനെ ആവശ്യമുണ്ട്. ആരിതിനും നടുവിൽ നിൽക്കുന്നു, അതിനെയാണ് രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മഹത്വം വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തെയോ മഹത്വം വെളിപ്പെടേണ്ടുന്ന ഇടത്തെയോ ബന്ധിപ്പിക്കാൻ ഇടിവിൽ നിൽക്കുന്ന തിരിച്ചറിവ് പ്രാപിച്ചവൻ അവനാണ് ശുശ്രൂഷകൻ. ഇത് രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്ക് ഇടമന്വേഷിക്കുകയാണ്. അകത്ത് പ്രാപിച്ച കൃപയും ശക്തിയുമുണ്ട്. ശുശ്രൂഷയ്ക്ക് ഇടമന്വേഷിക്കുകയാണോ? നിന്റെ മുന്നിൽ വന്ന തകർന്നവൻ ദൈവത്തിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിന്റെ മുന്നിൽ വന്ന കടഭാരമുള്ളവൻ ദൈവത്തിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിന്റെ മുന്നിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവൻ ദൈവത്തിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ മുന്നിൽ വരുന്ന ഓരോ തകർച്ചയുടെ തലവും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ സ്വർഗം നിന്നെ നിയോഗിച്ച ശുശ്രൂഷയാണ്. ഇന്ന് രാത്രി എത്ര പേരത് ദൂതിനെ തിരിച്ചറിയുന്നുണ്ട്? വെറുതെ നീ ഹാള് വിട്ട് മടങ്ങിപ്പോകരുത്. പ്രാപിച്ച ദൈവകൃപയെ വിനിയോഗിക്കുവാൻ ആത്മമണ്ഡലങ്ങളിൽ കരുത്തു പ്രാപിച്ചെങ്കിൽ അതിനെ വിനിയോഗിക്കുവാൻ ഒരു മനസ്സുമായി ഇന്ന് രാത്രി ഇവിടെ വിട്ട് നീ മടങ്ങിപ്പോകാമോ? നിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിന്ന വ്യക്തി ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിന്റെ മുന്നിൽ തളർന്നു കിടന്ന വ്യക്തി സ്വർഗം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. നിന്റെ മുന്നിൽ സങ്കടപ്പെട്ട് നിന്ന സാഹചര്യം സ്വർഗം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ഇവിടെ കൊണ്ട് ഞാൻ തീരുന്നെന്ന് പറഞ്ഞവൻ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അകത്തളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ പകരപ്പെട്ട ദൈവശക്തിയുടെ ഇടത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? അതിനെ ചലിപ്പിച്ച് സ്വാതന്ത്ര്യം പറഞ്ഞാട്ട് ശ്രദ്ധിക്കണം. ചെയ്യരുതാത്തത് ചെയ്യുന്നത് പാപം, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പാപം. ചെയ്യരുതാത്തത് ചെയ്യുന്നത് പാപം, ചെയ്യരുതാത്തത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നവനെ ഹൃദയം ദൈവത്തോട് എടുക്കട്ടെ, ഹൃദയം ദൈവത്തോട് എടുക്കട്ടെ. രാത്രിയിൽ ഒരു തീരുമാനമായിട്ട് മടങ്ങിപ്പോകാം. പ്രാർത്ഥനാ സംഗമത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പിടിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പോകരുത്. ചിലതിന്റെ കെട്ടഴിപ്പാനുള്ള മനസ്സും അതിന്റെ രൂപാന്തരമായിട്ട് നീ മടങ്ങിപ്പോകാം. ഒന്നുകൂടെ പറയാം, എന്തിനാ ദൈവം നിന്നെ കുറിച്ചത്?
മുറിഞ്ഞവന്റെ മുറിവ് കെട്ടാനാണ്. എന്തിനാ സ്വർഗം നിന്നെ ഉടച്ചത്? ഉടഞ്ഞവനെ പണിയാനാണ്. എന്തിനാ സ്വർഗം നിന്നെ കരയിച്ചത്? കരയുന്നവന്റെ വേദന അറിയാനാണ്. എന്തിനാ സ്വർഗം നിന്നെ പട്ടിണിക്കിട്ടത്? വിശക്കുന്നവന്റെ ഉദരം എന്താണെന്ന് അറിയാനാണ്. എന്തിനാ സ്വർഗം നിന്റെ തലമുറയെ നിന്റെ മുന്നിൽ കണ്ണിനൊരു പുക പോലെ വെച്ചത്? ചിലതിന്റെ സങ്കടത്തെ നീ ഒന്ന് ഉൾക്കൊള്ളാനാണ്. ഇതിനകത്ത് മനസ്സിലാക്കി സ്തോത്രം പറ. ഇതിനകത്ത് മനസ്സിലാക്കി സ്തോത്രം പറ. അതിനകത്തു നിന്ന് സ്വർഗം നിന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. പലയിടത്തും നമ്മുടെ അനാവശ്യ തിരക്കുകളും ദുരഭിമാനവും നിമിത്തം പലതിനോട് നാം മുഖം തിരിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുക, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് പാപമാണ്. ഇന്ന് രാത്രി മടങ്ങി പോകുമ്പോൾ അകത്ത് പ്രാപിച്ച ദൈവശക്തി കൊണ്ട് നീ പുറത്തിറങ്ങിയിട്ട് സ്വയ സുഷുപ്തിയിലും സ്വയ സുഖഭോഗങ്ങളിലും ഒതുങ്ങാതെ നിന്റെ ആവശ്യങ്ങളോട് മാത്രം മല്ലടിക്കാതെ അകത്ത് പ്രാപിച്ച പ്രകാശത്തെ ചുറ്റുപാടുകളിൽ നിൽക്കുന്നവരുടെ മേൽ പകരുവാൻ ഇന്ന് രാത്രി ശക്തിയോടെ വേണം നീ പോകുവാൻ. ശ്രദ്ധിക്കണം പ്രിയരെ, യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു കളഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ഇതാ അധികം കരുത്തോടൊരുവൻ എഴുന്നേറ്റ് വരുന്ന യേശു കർത്താവ് സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും ഹല്ലേലൂയ ഗലീലയും കടൽക്കരയും അവൻ സന്ദർശിച്ചു, അവൻ സഞ്ചരിച്ചു. അടുത്ത വാക്യം മത്തായിയുടെ സുവിശേഷം 4:14 നാം ഇങ്ങനെ വായിക്കുന്നു: മരണത്തിന്റെ ദേശവും ഇരുളിലിരുന്ന ജനവും വലിയൊരു വെളിച്ചം കണ്ടു. ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സിലായി? മരണത്തിന്റെ ദേശവും ഇരുളിലിരുന്നൊരു ജനവും വലിയൊരു വെളിച്ചം കണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടിടത്ത് മരണത്തിന്റെ ദേശത്തൊരു വെളിച്ചം മിന്നിയെങ്കിൽ ഇന്നു രാത്രി നിന്റെ അകത്തളങ്ങളിൽ പ്രകാശിതമായ ആ ദൈവശക്തിയുടെ തലവുമായി ഇന്നു രാത്രി നീ മടങ്ങിപ്പോകുമ്പോൾ ഇരുളടഞ്ഞ ചില ഇടങ്ങളിൽ അതൊരു പ്രകാശമാകണം. ഇന്നു രാത്രി മരണം നിറഞ്ഞു നിൽക്കുന്ന ദേശത്തിനകത്ത് ഇന്നു രാത്രി നിന്റെ മേൽ പകരപ്പെട്ട തേജസ് ഒരു പ്രകാശമായി വ്യാപരിക്കണം. ചില മരണത്തിന്റെ കെട്ടുകൾ എപ്പോഴും അഴിപ്പാൻ നിന്റെ മേൽ അധികാരമുണ്ട്. കരയുന്നവന്റെ അകത്ത് പിശാച് കെട്ടിയ പാതാളത്തിന്റെ പാശങ്ങളെ അഴിപ്പാൻ നിന്റെ മേൽ പകരപ്പെട്ട കൃപയ്ക്ക് കരുത്തുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ അതിനെ തിരിച്ചറിയുന്നുണ്ട്? ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണത്. ദുരഭിമാനം കൊണ്ട് അതിനെ വേണ്ടെന്ന് വെക്കരുത്. അനാവശ്യ തിരക്കുകൊണ്ട് നീ അതിനെ വേണ്ടെന്ന് വെക്കരുത്. ഇന്ന് രാത്രി അതിനെ ഒന്ന് കടന്നു പിടിക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അന്ധകാരത്തിന്റെ ദേശങ്ങളുടെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞകലും മരണത്തിന്റെ വിധി എഴുതിയ ദേശങ്ങളും പട്ടണങ്ങളും നിന്റെ നിമിത്തം സ്വതന്ത്രമാകുക. അന്തരാത്മാവിനോട് ആത്മാവ് സംസാരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനൊപ്പം പ്രതികരിക്കുക. വെളിച്ചം പ്രാപിച്ച അന്ധകാരത്തിന് കീഴ്പ്പെടാതെ ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുക. സംഭവിച്ച കാര്യം നോക്കൂ. മറിയ അത്ര ചെയ്തു. ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെട്ടു. മനസ്സിലാക്കി സ്തോത്രം പറയാം. രാത്രി അകത്തു പ്രാപിച്ച ദൈവപ്രഭുണ്ട്. ചിലതിനെ പ്രകാശിതമാക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് നീ മടങ്ങി പോകാം. ഇത് ചെയ്യാൻ മാസ്റ്ററൊന്നും ആവണ്ട. ഹലോ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ദൈവസഭയ്ക്കകത്ത് 5 വിധ ശുശ്രൂഷകളുണ്ട്. മാസ്റ്റർ മാത്രമല്ല ശുശ്രൂഷ. ഈ 5 എണ്ണത്തിൽ ഒന്നേ ഉള്ള മാസ്റ്റർ. അപ്പോസ്തലനുണ്ട്, സുവിശേഷകനുണ്ട്, പ്രവാചകനുണ്ട്, ഇടയനുണ്ട്, ഉപദേഷ്ടാവുണ്ട്. നിന്റെ അകത്ത് പകരപ്പെട്ട ദൈവത്തോട് മാസ്റ്ററാകാനാണ് ഏത് പ്രവാചകൻ പറഞ്ഞാലും ദൈവത്തോടൊന്ന് ചോദിക്കണം. ഹലോ, നിന്റെ ശുശ്രൂഷയ്ക്ക് സ്വർഗം കണ്ടിട്ടുണ്ടെന്നും അകത്ത് ശുശ്രൂഷയുടെ ഒരു വീര്യമുണ്ടെന്നും പറഞ്ഞ അതിന്റെ അർത്ഥം ബോർഡ് വെക്കാൻ സമയമായ നല്ല പ്രിയരെ. മനസ്സിലാക്കി സ്തോത്രം പറ. അപ്പോസ്തലൻ വലിയ ശുശ്രൂഷയാണ്. ഒരു ദേശത്തെ വിടുവിക്കാൻ ആദ്യം പോകുന്നത് അപ്പോസ്തലനാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും. രണ്ടാമത് പോകുന്നത് പ്രവാചകനാണ്. മൂന്നാമത് വീണ്ടും അപ്പോസ്തലൻ പോകും. എന്തിന്? അവിടെ ഒരു ഇടയനെ നിയമിക്കാൻ. ഇനി ഇടയനെ നിയമിച്ചാലും അവിടെ ഉളവാക്കപ്പെടുന്ന ദൈവസഭയിൽ അപ്പോസ്തലൻ ചെന്നാൽ ഇടയൻ അനുവദിച്ചെങ്കിൽ മാത്രമേ അപ്പോസ്തലൻ സംസാരിക്കാനൊക്കൂ. ഹലോ, ദൈവസഭയ്ക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയായത്. ഇതിനെ എല്ലാം പാസ്റ്റാണെന്ന് പറഞ്ഞ് കണ്ട് അതൊഴിക്കുള്ളതൊന്നും ശുശ്രൂഷയല്ലെന്ന് വിചാരിക്കരുത്. ഇന്നു രാത്രി ദൈവ മഹത്വത്തെ വിതറുവാനായി നിന്റെ മുന്നിൽ സ്വർഗം കൊണ്ടെത്തിക്കുന്ന സകല ഇടവും ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ മുന്നിൽ സ്വർഗം അടിച്ചുവിടുന്ന സകല നിരാശകളും നിന്റെ അകത്തിരിക്കുന്ന പ്രകാശത്തെ അവിടെ നിന്ന് വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ മുഖാന്തരമാണ്. നീ കാൽകുത്തുന്ന വീടുകൾ ദൈവത്തിന്റെ പ്രകാശം വിതരണം. ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടിയാണ് സ്വർഗം നിന്റെ അകത്തേക്ക് ഒരു പ്രകാശം തന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ഭൂമിയിലെ രാജാക്കന്മാർ നിന്റെ പ്രകാശത്തിലേക്ക് വരും. ഭൂമിയുടെ അധിപതിമാർ
കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പറയാം. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല അടുത്തത്, വിളക്ക് കത്തിച്ച് ആരും അതിനെ കട്ടിൽ കീഴെ വെക്കുകയോ പാത്രം കൊണ്ട് മൂടുകയോ ചെയ്യാറില്ല. ശ്രദ്ധിക്കണം, 3 കാര്യം പെട്ടെന്ന് പറയാം. അകത്തു കത്തിയാലും എന്താ പൊങ്ങാത്ത ഒന്ന് പറയുടെ കീഴില്ല. ഹലോ, പറ എന്താണെന്നറിയാമോ? നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ല, നമുക്കറിയാലോ. അറിയാവുന്നതൊക്കെ ഉണ്ടല്ലോ. പറയും ചങ്ങടി നാടിയൊക്കെ അറിയാലോ. പറ എന്തിനുള്ളതാ? ഉറക്കെ പറ. നെല്ലളക്കാനുള്ളതാ. ഈ ചില അളവുകളുടെ കീഴിലോട്ട് വെച്ചാൽ അകത്ത് കത്തിര കണക്കി പോകും. 2, കട്ടിലിന്റെ കീഴിലാണ് വെച്ചേക്കുന്നത്. എന്തിനാണെന്നറിയോ? വിളക്ക് അവിടെ ഇരുന്നുണ്ട്, ഞാൻ ഇതിനുണ്ടെങ്കിൽ മടിയനെ ശുശ്രൂഷയ്ക്ക് ഉള്ളതില്ല, മടിയന്മാരെ ശുശ്രൂഷയ്ക്ക് ഉള്ളതില്ല. മനസ്സിലാക്കി സ്വന്തം. ചിലര് കട്ടിലെ എഴുന്നേക്കത്തില്ല, ഭയങ്കര ഊജോടെ പോലെ കട്ടിലെ എഴുന്നേക്കത്തില്ല. പക്ഷെ ജോലി എന്തോ മറ്റൊന്ന് മാത്രം ഉപജീവന ചിന്ത. ഹലോ, വിടുതൽ പ്രാപിക്കേണ്ടെന്ന് ഒരുത്തനെ മുന്നേ കൊണ്ട് തരുമ്പോഴാണ് അന്നേരം ഓർത്തെ, അയ്യോ ഇന്നടത്ത് പോയി അതോടെ ചെയ്താൽ അതിന്റെ വീട്ടിലൂടെ കിട്ടിയെന്ന് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഹലോ, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അകത്ത് കത്തിയത് ഒന്ന് പ്രകാശിക്കും. അകത്ത് കത്തിയൊന്ന് പ്രകാശിക്കും. രാത്രി എല്ലാ പ്രിയപ്പെട്ട ദിവസത്തിലും എല്ലാ പ്രിയപ്പെട്ടരും ആ ദിവസത്തിൽ ഇരുന്നിട്ടാണ് പ്രകാശം നിന്റെ മേൽ ഉദിക്കുമ്പോ നിന്റെ വിളക്ക് കത്തും. ചുറ്റുപാടിൽ പ്രകാശം പറയും. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ പകരപ്പെട്ട ദൈവത്തെ വിശ്വസിക്കും. അതുകൂടെ പ്രതിബിംബിക്കാം. എന്റെ അകത്ത് കത്തിയതിന് മറ്റൊരുത്തരിലൂടെ കത്തിക്കാം. എന്റെ അകത്ത് ജ്വലിച്ചതിനെ മറ്റൊന്നിലൂടെ ജ്വലിപ്പിക്കാം. ഇത് രാത്രി എത്ര പേർക്ക് മനസ്സാണ്? സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണം, തീ എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യം. ഒന്ന്, തീയുടെ ഒരു സ്വഭാവം പറയാം. തീയുടെ ഒന്നാമത്തെ പ്രത്യേകത, തീ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നു. ഒരിക്കലും തന്നെ അശുദ്ധമാകില്ല. ഹലോ, തീ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കും, ഒന്നിനെയും അശുദ്ധമാക്കിയില്ല, തന്നെ അശുദ്ധമാകിയില്ല. ഇന്നു വരെ തീ തന്നെ അശുദ്ധമായ തീ കണ്ടിട്ടുണ്ടോ? ആ തീ വെള്ളത്തിൽ അതേ അശുദ്ധമായ തീ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തീയുടെ ഒരു പ്രത്യേകത, തീ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കും, സ്വയം അശുദ്ധമാകിയില്ല. ലോകത്തിന്നുവരെയും എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുകയും സ്വയം അശുദ്ധമാകാതെ നിൽക്കുകയും ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കുഞ്ഞാടിന്റെ രക്തമാണ്, യേശുവിന്റെ രക്തമാണ്. അത് നിന്റെ മേൽ വീണപ്പോൾ നിന്റെ അശുദ്ധി നീങ്ങി, നീ കത്താൻ തുടങ്ങി. 2, പരിശുദ്ധാത്മാവിനെ പറയുന്ന തീ എന്ന, പരിശുദ്ധാത്മാവിനെ തീ എന്ന് പറയുന്നു. നിന്റെ അകത്തു വീട് കത്തിയ തീ മറ്റൊരുത്തരിലൂടെ വെളിപ്പെടാൻ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. മറ്റൊരുത്തനെ കൊണ്ടൊന്ന് പ്രകാശിപ്പിക്കാൻ. എവിടെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കുന്നോ അവിടെ നിന്ന് ഇരുൾബലങ്ങൾ മാറും. എവിടെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നോ അവിടെ നിന്ന് ഇരുൾ മാറും. ഇന്ന് രാത്രിയിൽ ഒരു ധൈര്യമുള്ള തീരുമാനം എടുത്ത് നടത്താൻ, ഒരു ധൈര്യമുള്ള തീരുമാനം എടുത്ത് പോകാൻ. എന്റെ മുന്നിൽ ഇനിയൊരവസരം വന്നാൽ, ഹലോ, എന്റെ മുന്നിൽ ഇനിയൊരവസരം വന്നാൽ ഇന്ന് വരെ ഉള്ളതെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാം കണ്ടുപടച്ചിട്ട് ഇന്ന് വരെ എന്റെ മുന്നിൽ വന്ന പലതിനെയും എന്റെ ദുരഭിമാനം കൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. അകത്തുകിടക്കുന്ന ദൈവശക്തി പലവരും തട്ടി ഉണർത്തപ്പെട്ടിട്ടും ഞാൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിൽ വന്നൊരു ദൈവപ്രവർത്തിയുടെ ഇടത്ത് എന്റെ അകത്ത് പകരപ്പെട്ടതിനെ ഒന്ന് ജ്വലിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞില്ല. ദൈവം ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ, ഇത് രാത്രി ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. ഇതിനകത്തൊന്ന് പോകുന്നവരെല്ലാം ഇന്ന് പകലിൽ ഇന്ന് രാത്രി ഒരു ശുശ്രൂഷകനായിട്ട് കടന്നു പോകണം. നിന്റെ മുന്നിൽ വരുന്ന നീ സ്കൂളിൽ ചെന്നാൽ നീ ഒരു ശുശ്രൂഷകനായിരിക്കണം. തകർന്നിരിക്കുന്നവരെ കണ്ടാൽ നിന്റെ ശുശ്രൂഷ അവിടുന്ന് വെളിപ്പെടണം. നീ കർത്താവിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക, അവരുടെ വിഷയം അറിയുക, കർത്താവുമായി ഒന്ന് ബന്ധിപ്പിക്കുക. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. നിന്റെ ജോലി സ്ഥലത്ത് അത് വെളിപ്പെടണം. നിന്റെ ഹല്ലേലൂയ നടക്കുന്ന വഴികളിൽ അത് വെളിപ്പെടണം. നിന്നോട് സംസാരിക്കുന്നവരോട് അത് വെളിപ്പെടണം. ഇന്ന് രാത്രിയിൽ അകത്തു പ്രാപിച്ച വെളിച്ചത്തിന്റെ പകർച്ച, അകത്തു പ്രാപിച്ച വെളിച്ചത്തിന്റെ പകർച്ച
വളർച്ചയ്ക്കായി ഒന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ ഇന്നു വരെ വന്നുപോയി, എന്നാൽ ഇനി എന്റെ മുന്നിൽ വരുന്ന പുതിയൊരു അവസരത്തെ, പുതിയൊരു സാഹചര്യത്തെ ദൈവപ്രവൃത്തിയുടെ മുഖാന്തരമായി ഉപയോഗിക്കും. ഇന്ന് രാത്രി എത്ര പേരുടെ തീരുമാനം എടുക്കുന്നുണ്ട്? എത്ര പേര് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്? എന്റെ മുന്നിൽ ഇനിയൊരു തകർന്നവനെ കണ്ടാൽ ഞാൻ എന്റെ മേൽ പകരപ്പെട്ട വെളിച്ചത്തെ പകരുന്ന സാഹചര്യമാക്കുമെന്ന് ശുശ്രൂഷയുടെ അവസരമാക്കി മാറ്റും. ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ അതിന്